ഇന്ത്യൻ സമയം രാത്രി 12:30 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങുകൾ നടക്കുക. സ്റ്റേഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെഡൽ പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. ഇതുവരെ 39 സ്വർണ്ണ മെഡലുകളുമായി ചൈനയാണ് ഒന്നാമത്. തുടർച്ചയായ 4ാം ചാമ്പ്യൻ പട്ടം ലക്ഷ്യമിടുന്ന അമേരിക്ക 38 പോയിന്റുമായി തൊട്ടുപിറകിലുണ്ട്. അമേരിക്ക മത്സരിക്കുന്ന വനിതകളുടെ 76 കിലോ ഗുസ്തി, വോളിബോൾ മത്സരങ്ങൾ, അതിന്റെ ഫലങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ ആർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ വളരെ നിർണായകമാകും. പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാവാതെയാണ് ഇന്ത്യയുടെ മടക്കം. ഒരു വെള്ളിയടക്കം 6 മെഡലുകളുമായി 71ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ചൊവ്വാഴ്ച വിധി പറയും. ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ഉൾപ്പെടെ 7 മെഡലുമായി 48ാമതായിരുന്നു ഇന്ത്യ. മെഡൽ നേട്ടം 2 അക്കത്തിലാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 117 പേരടങ്ങുന്ന സംഘം പാരീസിലേക്ക് തിരിച്ചത്. പക്ഷേ മെഡൽ നേട്ടം ഒരു വെള്ളി ഉൾപ്പെടെ 6 എണ്ണത്തിൽ ഒതുങ്ങി. ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ 12 വർഷത്തെ മെഡൽ വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ച് യുവതാരം മനു ഭാക്കറാണ് ആദ്യ മെഡൽ നേടിയത്. 10 മീറ്റർ എയർ പിസ്റ്റലിലായിരുന്നു വെങ്കലം. പിന്നാലെ ഇതേ ഇനത്തിൽ സർബ്ജോത് സിംഗുമായി ചേർന്ന് 2ാമത്തെ മെഡലും എത്തിച്ചു. ഷൂട്ടിംഗിലെ 3ാമത്തെ വെങ്കലം റൈഫിളിൽ സ്വപ്നിൽ കുഷാലയുടെ വകയായിരുന്നു. ഹോക്കിയിൽ സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ തുടർച്ചയായ 2ാം വെങ്കലം നേടിയത്. ഗുസ്തിയിൽ 21-കാരൻ അമൻ സഹറാവത്തിന്റെ വെങ്കല മെഡലോടെ മെഡൽ നേട്ടം 6-ലെത്തി. ഇന്ത്യക്കു വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അമൻ സഹറാവത്ത്. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിലുള്ള വിധിയോടെ മെഡൽ പട്ടികയുടെ പൂർണ്ണരൂപം തെളിയും. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 9:30 അന്താരാഷ്ട്ര കായിക കോടതി വിധി പറയുക. ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന അമ്പെയ്ത്ത്, ബാഡ്മിന്റൺ, ബോക്സിംഗ് താരങ്ങൾ തീർത്തും നിരാശപ്പെടുത്തി. ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു 4ാമതായതുൾപ്പെടെ 6 മെഡലുകളാണ് ഇന്ത്യക്ക് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായത്. സമാപന ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷും മനു ഭാക്കറും ചേർന്ന് ഇന്ത്യൻ പതാക വഹിക്കും. ഒളിമ്പിക്സ് ഡെസ്ക്, മീഡിയ 1.